ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിൽ നമ്മൾ ഇന്നലെ പഠിച്ച ശ്ലോകം 60 60-ാമത്തെ ശ്ലോകത്തിൽ സർവേശ്വരൻ പാർത്ഥനോട് എന്താണ് പറഞ്ഞത്? അല്ലയോ അർജുന, ഇന്ദ്രിയ നിഗ്രഹത്തിനായി പ്രവർത്തിക്കുന്ന ജ്ഞാനിയായ പുരുഷൻ്റെ മനസ്സിനെ പോലും തകർക്കുന്നവയാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. അവ മനസ്സിനെ ബലാൽ അപഹരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ദ്രിയ നിഗ്രഹത്തിനായി പ്രയത്നിക്കുന്ന ഒരു മനുഷ്യനെ പോലും കീഴടക്കുന്നതാണ് മോഹങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പലപ്പോഴും ഏകാദശി എടുക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് വലിയൊരു ഓഫർ വരുന്നത്. മനോഹരമായ സ്വാദിഷ്ടമായ ഒരു സദ്യ. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും പലർക്കും കൊതി അടക്കാൻ സാധിക്കുന്നില്ല. ഏകാദശി വ്രതം അവസാനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇത്തവണ എടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് എന്തു ചെയ്യും? ആ സദ്യയ്ക്ക് നമ്മൾ പങ്കെടുക്കും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇന്ദ്രിയ സുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകുന്നു. അത് സ്വാഭാവികമാണ് എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഇന്ദ്രിയ നിഗ്രഹണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് മഹർഷിമാർ. അവർ തപസ് ചെയ്യുന്ന സമയത്തു പോലും ചില അപ്സര സ്ത്രീകൾ അവരുടെ തപസ് ഇളക്കുന്നതായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർക്ക് പോലും ഇന്ദ്രിയ നിഗ്രഹണം പലപ്പോഴും സാധിക്കുന്നില്ല എന്നാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് 60-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് 61-ാമത്തെ ശ്ലോകം നോക്കാം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇതാണ് 61-ാമത്തെ ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് ഉപദേശിച്ച് കൊടുക്കുന്നത്. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? നമുക്ക് നോക്കാം. ഇവിടെ താനി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അവയെ തന്നെ എന്നാണ്. സർവാണി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? സർവാണി സദ്യ. സർവാണി എന്നാൽ എല്ലാം എന്നാണ്. സംയമ്യ നിയന്ത്രിച്ച്, യുക്ത ചേർന്നിട്ട്, അസീത അർത്ഥം വസിക്കുക, മത്പര എന്നിൽ തന്നെ, വശേ നിയന്ത്രണത്തിൽ, ഹി തീർച്ചയായും, യസ്യേ ആരുടെ, ഇന്ദ്രിയാണി വിഷയങ്ങൾ, തസ്യ അവൻ്റെ, പ്രജ്ഞ അർത്ഥം ജ്ഞാനം, പ്രതിഷ്ഠിത സ്ഥിരപ്പെടുത്തുക. ഇതാണ് ഓരോ വാക്കുകളുടെയും അർത്ഥം. ശ്ലോകാർത്ഥം എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ശ്രീകൃഷ്ണ പരമാത്മാവ് വീണ്ടും പാർത്ഥനോട് പറയുകയാണ്, അവയെല്ലാം സംയമനം ചെയ്ത് എന്നിൽ തന്നെ വസിക്കണം. ഇന്ദ്രിയ വിഷയങ്ങളെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ള ആളുടെ ജ്ഞാനം സുസ്ഥിരമായിരിക്കുന്നു. അതായത് ഇന്ദ്രിയ വിഷയങ്ങളെ ജയിച്ചാൽ അവൻ സ്ഥിതപ്രജ്ഞൻ ആകുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള നമ്മുടെ കൊതികളെ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാബല്യത്തെയൊക്കെ അടക്കുന്നത്? അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. സർവേശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക, മറ്റു വിഷയങ്ങളെയെല്ലാം മാറ്റിവെക്കുക. ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാനാണ് ഭഗവാൻ പറയുന്നത്. കാരണം സത്യബോധത്തിൽ നിന്ന് മനസ്സ് വഴുതി പോകാതിരിക്കുവാൻ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അടക്കുക. അതിനുശേഷം മനസ്സിനെ ആത്മനിഷ്ഠമാക്കി
ദീർഘകാലം സമാധി പരിശീലിക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നിരന്തരം പരിശ്രമിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമുക്ക് ആ ഒരു ഭക്തിയിലേക്ക് എത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, പ്രായമായി നമ്മുടെ ബാധ്യതകളെല്ലാം തീർന്ന് വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഇനി നാമം ജപിച്ചു കഴിഞ്ഞുകൂടാ എന്ന് ചിന്തിക്കുന്നത്. അതല്ലാത്ത മനുഷ്യരൊന്നും ഈ നാമം ജപിക്കാനോ ഭഗവാന്റെ പ്രാർത്ഥനകൾ കേൾക്കാനോ ഭഗവാന്റെ കഥകൾ കേൾക്കാനോ സമയം കണ്ടെത്തുന്നില്ല, അല്ലേ? സ്വാഭാവികമാണ് അങ്ങനെ ഒരു കാര്യം. നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് പാടില്ല എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ അടക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഈ കൊതി, ദേഷ്യം, അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ള പല വികാരങ്ങളും നമുക്കുണ്ട്. ഈ വികാരങ്ങളെ ഒക്കെ അടക്കാനായി നമ്മൾ പരിശീലിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, മറ്റുള്ള ആളുകളെ നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങളുടെ ജോലികൾ, നിങ്ങൾക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ജോലികൾ വളരെ കൃത്യമായി ചെയ്യുകയും ബാക്കിയുള്ള സമയത്ത് സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടണം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ അനാവശ്യമായി നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ പല ദോഷങ്ങളും ഉണ്ടാക്കും. അനാവശ്യമായ ദേഷ്യം, കോപം, അതുപോലെ അസൂയ, കുശുമ്പ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം, ഇവിടെ കേട്ടത് അവിടെ പറയുക, അവിടുന്ന് കിട്ടിയത് ഇവിടെ പറയുക, പരസ്പരം തമ്മിൽ തല്ലിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ധാരാളം ആളുകളുണ്ട്. ആ സ്വഭാവങ്ങളൊക്കെ തന്നെ അവർക്ക് തന്നെ ദോഷമായി വരും. മറ്റുള്ള ആളുകളെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കില്ലാത്ത പല കാര്യങ്ങളും അവർക്ക് കാണും. അത് നമ്മുടെ മനസ്സിലൊരു അസൂയയായിട്ടോ ഒക്കെ ഇങ്ങനെ വളരും. അത് നമുക്ക് തന്നെ ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു അവസ്ഥ കൊണ്ടുവന്ന് തരും. നമ്മുടെ മനസ്സിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവുകയില്ല മറ്റുള്ളവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അതൊന്നും പാടില്ല, അത് അടക്കണം എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ അടക്കണം. അതുപോലെ അനാവശ്യമായ കൊതി അതടക്കണം. ഭഗവാനെ പ്രാർത്ഥിക്കണം, ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിക്കണം. അങ്ങനെയാകണം എന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് പരിശ്രമിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു. നമ്മുടെ ചാനൽ കണ്ടു തുടങ്ങിയതിന് ശേഷം ആ ചേച്ചി അനാവശ്യമായ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയും എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ചേച്ചിക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുകയും ചെയ്തു. വളരെ സന്തോഷമായി അത് കേട്ടപ്പോൾ. നമ്മളെല്ലാവരും അങ്ങനെയാകണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് തരും. ഇന്ദ്രിയങ്ങളെ അടക്കണം. ഇതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നാമം ജപിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുമാത്രമാണ് അതിനുള്ള മാർഗം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് സാധിക്കുകയില്ല. പരിശ്രമിക്കുക. നിരന്തരമായ പരിശ്രമത്തിൽ കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അങ്ങനെ ചെയ്യാനായി ശ്രമിക്കുക. ധ്യാനവും യോഗയുമൊക്കെ പരിശീലിക്കുക. ഭഗവാനെ മനസ്സിൽ ചിന്തിക്കുക. ഭഗവാന്റെ കഥകൾ കേൾക്കുക. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എന്തു ചെയ്യണം? നമ്മളിങ്ങനെ കാണണം. അതുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആ ഭാഗം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കാണാനായി ശ്രമിക്കുക. കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പം വീണ്ടും ആ കഥ ഇങ്ങനെ ഓർക്കുകയും ആ കഥയുടെ കഥാപാത്രങ്ങളും അവർ പറഞ്ഞ സംഭാഷണങ്ങളുമെല്ലാം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ദോഷം, ആ ഒരു നെഗറ്റീവ് എനർജി അത് പോവുകയും നിങ്ങൾക്ക് നല്ല ഒരു ഓറ ലഭിക്കുകയും ചെയ്യും.
സ്ഥിരമായി നാമം ജപിക്കുകയും അതുപോലെ തന്നെ സ്ഥിരമായി യോഗ, ധ്യാനം മുതലായവ പരിശീലിക്കുകയും ചെയ്യുന്ന ആളുകൾ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നതായി നമുക്ക് തോന്നാറുണ്ട്. ചില ആളുകളെ നമ്മളിങ്ങനെ കാണുമ്പം നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അവരുടെ സൗന്ദര്യമൊന്നുമല്ല, അവരുടെ ആ ഒരു തേജസ്. എങ്ങനെയാണ് അവർക്കതുണ്ടാകുന്നത്? നിരന്തരമായ സാധനയിലൂടെയാണ് അവരത് നേടിയെടുക്കുന്നത്. എന്നാൽ ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് നോക്കുകയില്ല. അതെന്താണ്? അവരുടെ ജീവിത രീതി അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് ഓറയായിരിക്കും അവർക്കുള്ളത്. നിങ്ങൾക്ക് എന്തോറയാണ് വേണ്ടതെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോവുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.